ഞാൻ മാളവിക. ഇതിൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഡെലിവറി നടന്നത് 2024 സെപ്റ്റംബർ 25 ആയിരുന്നു. കിൻഡർ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. ഞാൻ കിൻഡർ ഹോസ്പിറ്റലിലോട്ട് വരുന്നത് എൻ്റെ ഒരു 9ാം മാസം ഒക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത്. അതിനു മുമ്പ് ഞാൻ കൺസീവ് ആയി എന്നറിഞ്ഞപ്പോൾ മുതൽ 7ാം മാസം വരെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീടിൻ്റെ അടുത്തിട്ടുള്ള ആലുവയിൽ അടുത്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 7ാം മാസം വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പോകാനും എളുപ്പം. ഇപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എത്തണമല്ലോ. അതിനുവേണ്ടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലോട്ട് നമ്മൾ മാറി. അവിടെ 7ാം മാസം മുതൽ അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അടിപൊളിയായിട്ട് നമ്മുടെ പ്രഗ്നൻസി ജേർണിയൊക്കെ പോയി. അത് കഴിഞ്ഞ് കറക്റ്റ് എൻ്റെ ഒരു ഡ്യൂ ഡേറ്റ് ആവാറായപ്പോഴത്തേക്കും 9ാം മാസം സ്റ്റാർട്ടായപ്പോഴത്തേക്കും ഞാൻ കാണിച്ചിരുന്ന ഡോക്ടറുടെ ഹസ്ബൻഡിന് വയ്യാണ്ടായപ്പോൾ ഡോക്ടർ ലീവ് എടുക്കുകയാണ് ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ലീവ് എടുക്കുകയാണ്, അപ്പോൾ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡോക്ടർക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അതും അത്യാവശ്യം നല്ല ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഓക്കെ, നമുക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ 9ാം മാസത്തെ ലാസ്റ്റ് സ്കാനിങ് ഉണ്ടല്ലോ, ആ സ്കാനിങ്ങിന് ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി സ്കാനിങ് കഴിഞ്ഞു ചെന്ന് ചെക്കപ്പിന് വേണ്ടി റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നിരുന്നു. അപ്പോഴത്തേക്കും ആ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഡോക്ടറിന് ഇങ്ങനെ വയറിൻ്റെ മേഖല ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞ് ബേബിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പ്രഗ്നൻസിയാണ്, ഫസ്റ്റ് ഒരു ബേബി വരാൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലെ തന്നെ ആ ഹസ്ബൻഡ് ചോദിച്ചു, എന്തെങ്കിലും ബേബിക്ക് കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉള്ളിൽ കിടക്കുന്ന കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കങ്ങനെ അറിയാനാണ്. അപ്പോൾ ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരുമാതിരി അപ്പോൾ തന്നെ ഹസ്ബൻഡ് ഒരുമാതിരി പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോന്നു. അപ്പോൾ വീട്ടിൽ വന്ന് നമ്മൾ സംസാരിച്ച് നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട, നമുക്ക് വേറെ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചിലപ്പോൾ ആ ഡോക്ടറുടെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും വേറെ ഹസ്ബൻഡ് ഒട്ടും താല്പര്യം ഉണ്ടായില്ല പിന്നെ ആ ഡോക്ടറെ അടുത്ത് കാണിക്കാനായിട്ട്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡെലിവറി നടന്നത് അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ കിൻഡർ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാനും അമ്മയും അച്ഛനും ഹസ്ബൻഡും കൂടി കിൻഡർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി ഡോക്ടർ സ്മിത സുരേന്ദ്രനാണ് ഞങ്ങൾ കണ്ടത്. ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തന്നെ ഭയങ്കര കെയറിങ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട എക്സസൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞുതരും. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളും എല്ലാം പക്ക അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ ഇത്രയും നാളും എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അല്ല ഞാൻ കിൻഡർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇനി എല്ലാ ആഴ്ചയിലും കൂടുമ്പോൾ വരണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ ചെന്നു. അടുത്ത ആഴ്ച ചെന്നപ്പോഴത്തേക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇനി എന്തെങ്കിലും ഇപ്പോൾ വെള്ളം പൊട്ടിപ്പോവുകയോ എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ 18ാം തീയതി 38 ആഴ്ച ആകുമ്പോഴത്തേക്കും വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് PV ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 18ാം തീയതിയാണ് നമുക്ക് 38 ആഴ്ച ആവുന്നത്. അന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്ന് ചെന്നു. 39 ആഴ്ച ആവുന്നത് അന്നാണ്. അപ്പോൾ അന്ന് നമുക്ക് PV നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 18ാം തീയതി ആയി. 18ാം തീയതി ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി പോയി PV ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒട്ടും ആയിട്ടില്ല. നമുക്ക് സമയമുണ്ട്, നമുക്ക് 23ാം തീയതി അഡ്മിറ്റ് ആവാം. അന്ന് നമുക്ക് ഒന്നും കൂടി PV ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പോലെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലേബർ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പോരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ നമ്മൾ 23ാം തീയതി
പിന്നെയും നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്താൽ എനിക്ക് അതൊരു ഒരു പ്രശ്നം ഒന്നും വന്നില്ല. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആക്ച്വലി 7-ാം മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ച് വെച്ച് പാക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ പോവാം വിചാരിച്ചു. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പോൾ നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കാണ്. അങ്ങനെ 23-ാം തീയതിയായി, തിങ്കളാഴ്ച. 23-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒരു 10 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി, ഞാനും അമ്മയും, അച്ഛൻ വന്നില്ല, ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി പോയപ്പോൾ തന്നെ ചെന്നപ്പോൾ തന്നെ നമുക്ക് റൂമൊക്കെ കിട്ടി. നമ്മൾ നേരത്തെ തന്നെ അഡ്മിറ്റ് ആവുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ റൂമൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് റൂമൊക്കെ കിട്ടി. അവർ വന്നു, സിസ്റ്ററൊക്കെ വന്നു, നമുക്ക് ക്യാനിലേക്ക് ഇട്ടു. എല്ലാം പക്കയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എന്നെ ലേബർ റൂമിലോട്ട് ബേബിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ ബേബിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കേസിന് കയറിയൊക്കെയാണ്, വന്നു കഴിഞ്ഞിട്ട് പി വി ചെക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് അപ്പോൾ തന്നെ ഡോക്ടർ ഒന്ന് പി വി നോക്കി. അന്നേരത്തെ പി വി എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇതിന് മുമ്പ് 2 പ്രാവശ്യം എനിക്ക് പി വി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് വേദനയൊന്നും തോന്നില്ല. പക്ഷേ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു ലേബർ റൂമിൽ വെച്ച് ചെയ്ത ആ ഒരു പി വി ഇത്തിരി പാടായിരുന്നു. എനിക്ക് മാത്രമേ പാടായിട്ട് തോന്നിയുള്ളൂ. കാരണം ഞങ്ങളുടെ നേരെ തന്നെ എനിക്കും വേറൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ലേബർ റൂമിലോട്ടൊക്കെ വന്നത്. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ റൂമാണ്. ഞങ്ങൾ രണ്ടുപേരും ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് അഡ്മിറ്റ് ആയത്. സെയിം ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ആ ചേച്ചീൻ്റെയാണ് ആദ്യം പി വി ഒക്കെ ചെക്ക് ചെയ്തത്. അപ്പോൾ ആ ചേച്ചിനും ഒട്ടുമായിട്ടില്ല, എൻ്റെതും അപ്പോഴും ഒട്ടുമായിട്ടില്ല. പക്ഷെ ആ ചേച്ചിക്ക് നോർമലായിട്ട് തന്നെ, ആ ചേച്ചി ഒരു ബഹളവും ഒന്നും വെച്ചില്ല. പക്ഷെ ഞാൻ ഇത്തിരി അലമ്പായിരുന്നു. ഞാൻ അത്യാവശ്യം അലമ്പാക്കി. എനിക്ക് ഒട്ടുമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ട്യൂബ് ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് ഇട്ടിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയാനകം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചേച്ചിക്ക് ഒരു പ്രശ്നവുമില്ല. ആ ചേച്ചി ഒരു ചെറിയൊരു വേണ്ട എന്നുള്ളതോ ഒന്നും ആ ചേച്ചിയുടെ അതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ ഞാൻ കിടന്ന് വേണ്ട എന്നൊക്കെ പറയണമായിരുന്നു. അത് പലരും പല ടൈപ്പായിരിക്കുമല്ലോ, ചിലപ്പോൾ അതായിരിക്കും. ആ ചേച്ചി ഒരു ഹിന്ദിക്കാർ ചേച്ചിയാണ്. ഒരു ഹിന്ദി മാത്രം സംസാരിക്കില്ലായിരുന്നു. ഒരു വേറെ ഏതൊരു നാട്ടിൽ നിന്ന് വന്ന ചേച്ചിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ട്യൂബ് ഇട്ട് കഴിഞ്ഞ് എന്നെ ഒരു ഉച്ചയായപ്പോൾ ലേബർ റൂമിലോട്ട് കയറ്റിയിട്ട് ഇറക്കിയത് ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഇറക്കിയത്. ട്യൂബ് ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റൂമിലോട്ട് പോയി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നഴ്സിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് രാവിലെ ട്യൂബ് ചിലപ്പോൾ ഊരിപ്പോകുമോ എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് സെർവിക്സ് വികസനം വന്നിട്ടുണ്ടെങ്കിൽ ട്യൂബിൽ തന്നെ താഴെ പൊക്കോളും. അത് തന്നെ പേടിക്കൊന്നും വേണ്ട, സിസ്റ്ററോട് ഇൻഫോം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ട്യൂബ് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ വന്ന് നമുക്ക് ഊരിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. നമ്മൾ റൂമിലെത്തി. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും എൻ്റെത് പൊട്ടി വീണു. ഓപ്പണായി അത് ആ ട്യൂബ് താഴെ വീണു. അതുപോലെ തന്നെ മറ്റേ ചേച്ചിയുടെയും പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ സിസ്റ്റർ അടുത്ത് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ സിസ്റ്ററിൻ്റെ ഒപ്പം ആ ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് ഊരിപ്പോന്നിട്ട് ലേബർ റൂമിലോട്ട് പിന്നെയും പോയി. അപ്പോൾ ലേബർ റൂമിൽ വെച്ച് പിന്നെയും ഒന്നും കൂടി പി വി ചെയ്തു. അപ്പോൾ പി വി ചെയ്തപ്പോൾ 1 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്യൂബ് ഊരിപ്പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് ഒന്നും കൂടി നമ്മൾ റൂമിലോട്ട് വന്നു. ഇനി നമ്മളത് 5 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞത്. 5 മണിക്ക് ചെന്നിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു ടാബ്ലറ്റ് തരാം. ആ ടാബ്ലറ്റ് കഴിച്ചിട്ട് ചിലപ്പോൾ ഒന്നും കൂടി വർക്കാവും, സെർവിക്സ് ഒന്നും കൂടി ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇതിന് മുമ്പായിട്ട്, ഈ ഒരു 5 മണിക്ക് മുമ്പായിട്ട് എന്തെങ്കിലും പെയിനോ എന്തെങ്കിലും വെള്ളം പൊട്ടിപ്പോയോ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ
നേഴ്സിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോന്നു. ഞാൻ ഹസ്ബൻഡും റൂമിലോട്ട് പോന്നു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം 5 മണിക്കാണല്ലോ നമ്മുടെ അടുത്ത് എല്ലാം പറഞ്ഞത്. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 4 മണി 4 മണിയൊക്കെ ആയപ്പോൾ ഞാനും അമ്മ എനിക്ക് കുളിച്ച് റെഡിയായി മുടിയൊക്കെ സെറ്റാക്കി പൊട്ടൊക്കെ കുത്തി ഞാൻ നല്ല സെറ്റായിട്ട് ഇങ്ങനെ മൊബൈലിൽ നോക്കി സിസ്റ്ററുടെ വരവും കാത്തിരിക്കുകയാണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ റൂമിൽ വന്ന് ബെല്ലടിച്ചു. അപ്പോഴത്തേക്കും പോവാൻ നേരമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം നിന്ന് ആ ചേച്ചി ആകെ തളർന്ന് വാടി. എന്താ പറയുക, ആ ചേച്ചിക്ക് ഒട്ടും വയ്യ. ആ ചേച്ചിക്ക് എന്താ പറയുക, പെയിൻ സ്റ്റാർട്ടായി. ആ ചേച്ചിക്ക് ഒരു മണിക്കൂർ മുമ്പ് പെയിൻ സ്റ്റാർട്ടായി. ആ ചേച്ചിക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നിനും വയ്യ. ഞാനാകെ അപ്പോൾ എന്നോട് ഇങ്ങനെ ഹിന്ദി ചോദിച്ചു, എന്താ പറയുക, പെയിനൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ് തലയായിട്ട് ഞാൻ ആ ചേച്ചിയുടെ പെയിൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഈ സകലതും പോയി. ഞാനപ്പോൾ ഞാനിങ്ങനെ സ്റ്റഡി പോലെ നിൽക്കുക ആ ചേച്ചിയുടെ അടുത്ത് കണ്ടിട്ട്. എന്നാലും ഞാൻ നേരെ പോയി ലേബർ റൂമിലോട്ട് വെച്ചപ്പോഴത്തേക്കും ആ ചേച്ചിയുടെ അത്യാവശ്യം ഓപ്പൺ ആയിട്ടുണ്ട്, പെയിനും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് ഇനിയും ടാബ്ലറ്റിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ ചേച്ചിയോട് ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞു. എന്നോടും എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് PV ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് PV ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ 1 സെൻറ്റിമീറ്റർ തന്നെ ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് എനിക്ക് ടാബ്ലറ്റ് തന്നിട്ട് ഒരു ഫസ്റ്റ് ഡോസ് ടാബ്ലറ്റ് തന്നു. അതിനുശേഷം ഒരു 10 മണി 6 മണിക്കാണ് എനിക്ക് ടാബ്ലറ്റ് തന്നത്. അതിനുശേഷം പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെയും എനിക്ക് ടാബ്ലറ്റ് തന്നു. അത് കഴിഞ്ഞ് പിന്നെയും എക്സസൈസ് തന്നെ ചെയ്തോളാൻ പറഞ്ഞു. ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് റൂമിൽ തന്നെ വരും. റൂമിലല്ല, ലേബർ റൂമിൽ തന്നെ നമുക്ക് വരും. നമുക്ക് ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനങ്ങനെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നെയും സെക്കൻഡ് ഡോസ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വന്ന് എനിക്ക് നമ്മുടെ ഡോക്ടർ വന്നിട്ട് PV ചെക്ക് ചെയ്തു. അപ്പോഴും ആ 1 സെൻറ്റിമീറ്റർ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നമുക്ക് ചെയ്യാവുന്ന ഇത് നമ്മൾ ചെയ്ത് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താ പറയുക, സർവീക്സ് ഓപ്പണായി 1 സെൻറ്റിമീറ്ററിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം, റൂമിൽ പോയിക്കോ. കാരണം ഇനി നമുക്ക് ഇനി ചെയ്യാവുന്ന ഡോസ് നമുക്ക് തന്നു. നാളെ രാവിലെ നമുക്ക് ജെല്ല് വെക്കാം. സർവീക്സ് കുറച്ചും കൂടി ഓപ്പൺ ആവാനായിട്ടുള്ള ഒരു ജെല്ല് നമുക്ക് PV ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് വെജിനൽ ഏരിയയിൽ അവിടെ ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ പറഞ്ഞു. എന്നെ നേരെ റൂമിലോട്ടാക്കി. അന്നേരം മറ്റ് ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഒപ്പം ഉണ്ടായ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു. ബേബി ബോയ് ആണ്. മറ്റേ സിസ്റ്റർ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവികയുടെ ഒപ്പം വന്ന ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു, ആണുവാവിയാണെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞു. അത് ഞാൻ നേരെ റൂമിലോട്ട് പോയി. പിന്നെ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എന്നോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. ഒരു ബോൾ തന്നിട്ട് നല്ലോണം എക്സസൈസ് ചെയ്തോ, നടന്നോ, സ്റ്റെയർ ഇറങ്ങിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് പിറ്റേ ദിവസം രാവിലെ 5 മണി ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 5 മണി കറക്റ്റ് 5 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ലേബർ റൂമിലോട്ട് ചെന്നു. ബേബിയുടെ കാര്യങ്ങളൊക്കെ നോക്കി. പിറ്റേ ദിവസം തലേ ദിവസം രാത്രിയിലും എന്നെ ലേബർ റൂമിലോട്ട് വിളിച്ചായിരുന്നു കേട്ടോ, ബേബിയുടെ കാര്യങ്ങളൊക്കെ ഹാർട്ട് റേറ്റൊക്കെ നോക്കാനായിട്ട്, അതൊക്കെ നോർമലാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. പിന്നെ പിറ്റേ ദിവസം 25-ാം തീയതി രാവിലെ 5 മണിക്ക് പിന്നെ ലേബർ റൂമിലോട്ട് കയറ്റി PV ചെക്ക് ചെയ്ത് ഒരു മാറ്റവുമില്ല. ഇത് ജെല്ല് വെച്ചു. 6 മണിയായപ്പോൾ ജെല്ല് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിൽക്കണോ ഇരിക്കണോ, കറക്റ്റ് ആ ഒരു പീരീഡ്സിൻ്റെ പെയിൻ എനിക്കത് തന്നെയാണ് തോന്നിയത്. എനിക്ക് ജെല്ല് വെച്ച് എനിക്ക് കിടക്കാൻ പറ്റാതെ എനിക്ക് എണീക്കണം. അപ്പം ഞാൻ എണീക്കാൻ പോയപ്പോഴും സിസ്റ്ററിന് എണീക്കില്ല, എണീറ്റ് കഴിഞ്ഞാൽ ആ വെച്ച മരുന്ന് താഴെക്കൂടെ ഒഴുകി പോവുള്ളൂ, ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവിടെ കിടന്ന് എന്താ പറയുക, പൊളയണമെന്നൊക്കെ പറയൂലേ, അതുപോലെ എനിക്ക് ആവായിരുന്നു. പെയിൻ സ്റ്റാർട്ടായി. എനിക്ക് പെയിൻ വന്നു തുടങ്ങി. എനിക്കൊരു 6:30 ആയപ്പോഴത്തേക്കും എന്താ പറയുക, പെയിൻ ഇങ്ങനെ വന്ന് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇഡ്ഡലിയും ഒരു 7-7:30 മണിയായപ്പോൾ ഇഡ്ഡലിയും ചായയും വന്നു. അപ്പോൾ ഒരു
20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പോയപ്പോഴത്തേക്കും പക്ഷേ നമുക്ക് ആ ഒരു ടെൻഡൻസിയാണ്, ആ ഒരു പെയിൻ വന്നതിൻ്റെ ഒരു ടെൻഡൻസിയാണ് ബാത്റൂമിൽ പോകാൻ തോന്നലും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, എന്നോട് ഇനി കിടക്കണ്ട, ഇപ്പോൾ നമുക്ക് ലേബർ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റാണ് കിട്ടുക. അത് ഡെലിവറി പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആവാനായിട്ട് എക്സസൈസ് ചെയ്താൽ പെട്ടെന്ന് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ഒരു ബോളിൽ ഒന്നും ഇരിക്കാനേ പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് അമ്മയും ഹസ്ബൻഡൊക്കെ വരുന്നുണ്ട്. ഇഡ്ഡലി വന്നു കേട്ടോ, ഇഡ്ഡലി വന്നു. അപ്പോൾ ഇഡ്ഡലി വന്നപ്പോഴത്തേക്കും എനിക്ക് വേണ്ട ഈ കഴിക്കാൻ പറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് സിസ്റ്ററിന് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഡെലിവറി സമയത്ത് നമുക്കൊട്ടും എനർജി ഉണ്ടാവില്ല. ഇപ്പോൾ കഴിച്ചതിൻ്റെ എനർജി നമുക്ക് ഡെലിവറിയുടെ സമയത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ എനിക്ക് വാരിത്തരയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഒരു ഇഡ്ഡലി കഴിച്ചോളൂ. ചായ ഉണ്ടായി, ചായ ഞാൻ 2 ഗ്ലാസ് ചായ കുടിച്ചു. ആ ഒരു ചായയിലാണ് ഡെലിവറി നടന്നതെന്നൊക്കെ. ചായ കുടിച്ചു. അപ്പോഴത്തേക്കും പിന്നെ ഒരു 10 മണി 10:30 അപ്പോഴേക്കും പിന്നെ ഒന്നുകൂടി ഡോക്ടർ വന്ന് PV ചെക്ക് ചെയ്ത് നോക്കി. PV ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എത്ര 2 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വരും. പക്ഷേ എന്താ പറയുക, 2 സെൻറ്റിമീറ്റർ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര പെയിനായിട്ട് തോന്നിയത്. എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും സിസ്റ്റർമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എൻ്റെ അടുത്ത് ഒന്ന് ഒരുപാട് സമാധാനിപ്പിക്കുക ചെയ്ത് എനിക്കിങ്ങനെ നടുവൊക്കെ ഇങ്ങനെ തിരുമ്മിയൊക്കെ തന്നു. ഭയങ്കര ദേഷ്യപ്പെട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട് നഴ്സുമാർക്ക് ഭയങ്കര സാധനങ്ങളായിരിക്കുന്നു. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ ആരോ നമ്മുടെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് അവർ നമ്മുടെ പെരുമാറിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഒരുപാട് വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം, മറ്റേ അതിനെ പറയുന്നത് എന്തായിരുന്നു, എപ്പിഡ്യൂറൽ എടുക്കാം. എപ്പിഡ്യൂറലാണോ, അതാന്ന് തോന്നുന്നു, അതെടുക്കാം നമുക്ക്. അപ്പോൾ വേദന അധികം തോന്നിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് സമാധാനിപ്പിച്ചു. ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഹസ്ബൻഡിനെ കാണണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 12-12:30 ആയപ്പോഴത്തേക്കും എന്താ പറയുക, ആ 2 ഇപ്പുറത്തെ കയ്യിലും ഇത് കുത്തി, ക്യാനുല കുത്തി. പിന്നെ ഒരു 12 മണിയാണെന്ന് തോന്നുന്നു. ആ ഒരു സമയമായപ്പോഴത്തേക്കും ബേബിയുടെ ഹാർട്ട് റേറ്റ് 104 ഉണ്ടായത് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ ഡോക്ടർ ഇൻഫോം ചെയ്തു ബേബിയുടെ ഹാർട്ട് റേറ്റ് ഭയങ്കര കുറയുന്നുണ്ട്, 20 വരെയൊക്കെ എത്തിയപ്പോഴത്തേക്കും. പിന്നെ ഡോക്ടർ വന്നു, ഒന്നും കൂടി PV ചെയ്തു. അപ്പോഴത്തേക്കും 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യേണ്ട, ബേബിയുടെ ഹാർട്ട് റേറ്റ് ലോ ആണ് കാണിക്കുന്നത്, കുഞ്ഞിന് ഓക്സിജൻ കിട്ടില്ലെന്നാണ് തോന്നുന്നത്, നമുക്ക് എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ C-സെക്ഷൻ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായത്. കാരണം ഈ ഒരു പെയിനിൽ നിന്നും മുക്തി നേടാമല്ലോ, അതുമുണ്ട്. പിന്നെ ബേബിയുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക, സങ്കടം വരും, സന്തോഷം. നമുക്ക് ബേബിന് ഇപ്പം തന്നെ C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ബേബിന് ഇപ്പം തന്നെ കാണാമല്ലോ, പിന്നെ ഈ ഒരു വേദനയിൽ നിന്നും ഇതാവാമല്ലോ, ആ ഒരു ഹാപ്പിയുണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് കുറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സങ്കടവുമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എന്താ പറയുക എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് സൈൻ ചെയ്യിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ആയിരുന്നു ഇത് ട്യൂബിടലും, മറ്റേ യൂറിൻ പോകാനുള്ള ട്യൂബിടലും, പിന്നെ ക്യാപ്പ് വെക്കലും എല്ലാം പെട്ടെന്ന്. പിന്നെ അപ്പുറത്തേക്ക് കൂടി വന്ന് നമുക്ക് അനസ്തേഷ്യ ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേഗം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വേഗം തന്നെ മാറ്റാൻ നേരം എൻ്റെ ഹസ്ബൻഡ് അമ്മേനും എൻ്റെ അമ്മേനും കണ്ടു. ഹസ്ബൻഡ് അന്നേരം കാണാൻ പറ്റില്ല, ഹസ്ബൻഡ് അപ്പോൾ എന്തോ ബില്ലടിക്കാനായിട്ട് താഴെ പോയി. അപ്പോൾ ഞങ്ങൾ അമ്മമാരെ രണ്ടുപേരെയും കണ്ടിട്ട് എന്നെ നേരെ കയറ്റി ഒരു പെട്ടെന്ന് തന്നെ ചടപടാന്നായിരുന്നു. കാരണം എമർജൻസി C-സെക്ഷൻ കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, വേഗം. എനിക്കത് മനസ്സിലായത് എൻ്റെ സെക്കൻഡ് ഡെലിവറിയിൽ പ്ലാനഡ് ആയിട്ടുള്ളൊരു C-സെക്ഷൻ ആയിരുന്നു. പക്ഷേ ഈ എമർജൻസി C-സെക്ഷനിൽ എല്ലാം ചടപടയായിരുന്നു. അതെനിക്ക് മനസ്സിലായി. എന്താ പറയുക, ഈ ഒരു എമർജൻസിയും പ്ലാനഡ് തമ്മിലുള്ള വ്യത്യാസം. വേഗം തന്നെ അപ്പുറത്തേക്കൂടി മരുന്ന് കയറ്റൽ എല്ലാം ചെയ്യൽ. പിന്നെ എന്നെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇരുത്തിയിട്ടാണ് എന്നെ ഇവിടെ നടുവിന് മറ്റേ അനസ്തേഷ്യ തന്നത്.
എനിക്ക് എന്താ പറയുക, എനിക്ക് ആ ഒരു മറ്റേ ആ ഒരു ലേബർ പെയിൻ എനിക്ക് ഉണ്ട്, നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു വേദന വന്നിട്ട് എനിക്ക് ഇരിക്കാനൊന്നും പറ്റുന്നില്ല. അവരിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞോണ്ട് എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും എന്നെക്കാളും പകുതിയുള്ളൊരു ഒരു കൊച്ച് എന്നെ ഇങ്ങനെ ശരിക്കും എടുത്ത് എന്നെ ഇങ്ങനെ നിർത്തും. എനിക്കറിയാൻ പറ്റൂല എങ്ങനെ എന്നെ എടുത്തു എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ആ കൊച്ചെന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്നെ പിടിച്ച് പേടിക്കണ്ട, വാവയ്ക്കൊന്നും സംഭവിക്കില്ല, വാവയ്ക്കൊന്നും പറ്റില്ലെങ്കിൽ. ആ കൊച്ചിൻ്റെ മുഖമൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷെ എന്നാലും എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും ആ ഒരു കൊച്ചിൻ്റെ ഇതുണ്ട്, മുഖം. പക്ഷെ ഞാൻ മറന്നുപോയി. അവർ മാസ്ക് ഒക്കെ വെച്ച് നിൽക്കല്ലേ, കണ്ണ് മാത്രമേ കാണുള്ളൂ. പക്ഷേ ആ കൊച്ചിന് ഞാൻ ഓർക്കുന്നുണ്ട്. ആ കൊച്ചിനെ എന്നെ ഇങ്ങനെ ബേബിക്കൊന്നും ഉണ്ടാവില്ല, കുഴപ്പമില്ല, പേടിക്കേണ്ട. അപ്പം തന്നെ മറ്റേ അനസ്തേഷ്യ തന്നു. വേഗം തന്നെ എന്നെ ഇങ്ങനെ നിവർത്തി കിടത്തി ഇങ്ങനെ കായൊക്കെ വെച്ച് ഇപ്പുറത്തേക്കൂടെയൊക്കെ മരുന്ന് തരുന്നുണ്ട്. അപ്പോഴത്തേക്കും വേഗം തന്നെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയിൽ എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പെൺകുട്ടി ആയിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും എന്താ പറയുക, മൊബൈലിലൊക്കെ പെൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ നോക്കി വെച്ച് എന്നെ സെറ്റാക്കി പെൺകുട്ടിയെ ഞങ്ങൾ പേര് വരെ ഫിക്സ് ചെയ്തു. ഇഷ്മിക, പെൺവാവിയാണെങ്കിൽ നമുക്ക് ഇഷ്മിക എന്നിടാം. പെൺവാവിയാണ്, ഓക്കെയാണ്, എല്ലാം സെറ്റാണ്, പെൺവാവ് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. അങ്ങനെ 12:36 കറക്റ്റ് 12:36 ആയപ്പോഴത്തേക്കും എന്താ പറയുക, ഒരു കരച്ചിലങ്ങനെ കേട്ടു. അപ്പോൾ ഞാൻ നേരെ ഈ ഒരു സ്ഥലത്ത് തിരിഞ്ഞ് നോക്കി. അപ്പോഴത്തേക്കും അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞു, വാവയുടെ കരച്ചിലാണ്ടാ കേട്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, മാളവിക മെയിൽ ബേബി ആണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ഇതായിരുന്നു എന്നാൽ ആ ഒരു തന്നെ ഞാൻ ചോദിച്ചത്. പറഞ്ഞു ആണുകാരെയാണ് എന്ത് പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. പറഞ്ഞു ഇല്ല ഹാപ്പിയായി എന്ന് ചോദിച്ചാൽ ഞാൻ ഹാപ്പിയായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾക്ക് ആണുവാവേനെ കിട്ടിയത്. ഈ ആണുവാവ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആണുവാവേനെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇഷ്മിക എന്ന് ഇടാൻ വെച്ചിരുന്ന പേര് ഇഷ്മിക്ക് എന്നാക്കി. അങ്ങനെയാണ് ഇഷ്മിക്ക് ജനിച്ച കഥ. എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിലും സങ്കടകരമായിരുന്നു. എന്താ പറയുക, ഫസ്റ്റ് ഡേ ഭയങ്കര അലമ്പാക്കി. എനിക്ക് എണീക്കാൻ പോലും പറ്റാനുണ്ടായിരുന്നില്ല ആ ഒരു അനസ്തേഷ്യയുടെ എഫക്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സെക്കൻഡ് ഡെലിവറിയിൽ എനിക്ക് എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ അധികം ആരും ഒന്നും ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. ഭയങ്കര എന്താ പറയുക, കൂളായിട്ടൊക്കെ തന്നെയാണ് ഏറ്റതും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ. എനിക്ക് ഫസ്റ്റത്തെ ഇഷ്മിക്കിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 3 ദിവസം എന്താ പറയുക, കഠിനമായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഞാൻ ഓക്കെ ആയി. 4ാമത്തെ ദിവസം അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ആയി. പക്ഷേ അവനെ ഡിസ്ചാർജ് ആക്കിയില്ല. അവന് ബിൽറൂബിൻ്റെ ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വിട്ടത്. ശനിയാഴ്ച, ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച ഞാൻ ഡിസ്ചാർജായി. തിങ്കളാഴ്ച അവനും ഡിസ്ചാർജ് ആയി. അപ്പോൾ ഇതാണ് എൻ്റെ ഇഷ്മിക്ക് വാവയുടെ ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.